കോട്ടപ്പുറം നഴ്സറിയിലെ സീതരേട്ടൻ നമ്മുടെ എയർപോർട്ട് ഗാർഡൻ ഒന്ന് സന്ദർശിച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. സീതരേട്ടാ, നമ്മളെ നഴ്സറിയെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? തന്നെ മജീദാക്ക തോട്ടത്തിൽ നിന്ന് കുറച്ച് പറിച്ച മാങ്ങ ഉണ്ട്. നല്ല മാങ്ങയാണ്. മജാക്ക നിങ്ങൾ നോക്കി ഏതൊക്കെ മാങ്ങകളെന്ന് പറഞ്ഞാണി. ഇത് കേസർ സാധാരണക്കാരന് മാങ്ങ സമ്മതിച്ചു. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, നമ്മളെ എനിക്ക് സാധാരണക്കാരോട് പറയാൻ നിങ്ങൾ എല്ലാം മാങ്ങയും കഴിക്കണം. അപ്പോഴും നമുക്കൊരു മാങ്ങയെ പറ്റി വിലയിരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിലെ 10 മാങ്ങകൾ എടുക്കുമ്പോൾ കുളമ്പ് വരും. പക്ഷെ ലോകത്തിലെ 10 മാങ്ങ എടുക്കുമ്പോൾ അതിന്റെ 100ാം സ്ഥാനത്ത് പോലും കുളമ്പ് വരില്ല. അത് ആ നെസ്റ്റാർജിയാണ്. നമ്മളെ ചെറുപ്പത്തിൽ കഴിച്ച കോമാങ്ങ വളരുന്ന കോമാങ്ങ വളരൊന്നും അത്ര ക്വാളിറ്റിയുള്ള മാങ്ങയല്ല നമ്മൾ വിലയിരുത്തുമ്പോൾ. പക്ഷെ നമ്മുടെ കേരളത്തിൽ മറ്റു മാങ്ങകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിന്ന് വളർന്ന് പരിചയമുള്ള മാങ്ങ ആയതുകൊണ്ട് നമ്മൾ അതിന് വലിയ മാങ്ങ ആയിട്ട് കണക്കാക്കുന്നതെന്നുള്ളൂ. അല്ലാതെ അതിന്റെ ഞാൻ എന്താ പറയുന്നറിയോ, ബ്ലാക്ക് റോസ് വെച്ച് വെക്കുക, എന്നാലും ഇഷ്ടമാതിരി മാങ്ങ കഴിക്കും ഉണ്ട്. പക്ഷെ അതിന് ദേശം ഒരു ചെറിയ അതിന് വാട്ടർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. വേറെ അത് നന്നായിട്ട് കായ്ക്കും. നമുക്ക് മൽഗോവന്റെ അതേ ഒരു പിന്നെ കാണുമ്പോൾ തോന്നും നന്നായിട്ട് കൊലകുത്തി കായ്ക്കും. നമ്മുടെ കേരളത്തിൽ വളരെ സൂട്ടബിൾ ആണ് ബ്ലാക്ക് ആൻഡ് റോസ് മാങ്ങ. നല്ല മാങ്ങ, നല്ല മാങ്ങ, നന്നായിട്ട് കായ്ക്കും. ഹിമാപസ് നല്ല കായ്ക്കും. ഇപ്പൊ നമ്മളെ സൈതലവി ഡോക്ടർ ഉണ്ടല്ലോ പുത്തനത്താണിയിലെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കായ്ച്ചിരിക്കുന്നു. എല്ലാ വർഷവും എനിക്ക് അവിടുന്ന് മാങ്ങ കൊണ്ടുവരും. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഒന്ന് എടുത്തു പറയുന്നത് നമ്മുടെ കേസറാണ്. കാലാപ്പാടി പിന്നെ നല്ല മാങ്ങയാണ്. പക്ഷെ വലിപ്പം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാങ്ങ ആയിരുന്നു. അല്ല, ഒരു മാങ്ങക്ക് ഒരു 5-6 ഗുണങ്ങളുണ്ട്. അതിന്റെ അണ്ടി വലിപ്പം കൂടുതലാണ്, പിന്നെ ശരാശരി വലിപ്പം കുറവാണ്, പിന്നെ ഇതിന് ഉള്ളൊരു കൂടുതൽ പുളിശല്യമില്ല, പിന്നെ നല്ല ടേസ്റ്റ് രുചി അതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന മാങ്ങയാണ്. ഈ ദേവഗഡ് സിന്ദൂർഗിലൊക്കെ ഉണ്ടാകുന്ന അൽഫോൺസിന്റെ ടേസ്റ്റ് നമ്മളവിടെ ഇല്ല. നമ്മളത്തെ അൽഫോൺസിക്ക് ഒരു പുളിയാണ്, അവിടെ ആ പുളിയേ ഇല്ല. അന്നത്തെ കാലത്ത് ഞാനൊരു തൈ വാങ്ങിയത് 4500 രൂപക്കാണ്. ഇത് പിന്നെ വലിയ കേസറാണ്. ഗീർ കേസർ, ഈ കേസർ ചെറുതാണ്. ആ കേസറാണ് മുഹമ്മദ് സുജിക പദവിയിട്ട നല്ല മാങ്ങ, ഗീർ കേസർ. ഇത് വലിയ കേസറാണ്, ഇതും നല്ലതാണ്. കേസരി ഇല്ല, ഈ കേസർ എന്നാണ് പറയുന്നത്. അതിന് പിന്നെ നമ്മൾ ആന്ധ്ര പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പോയാൽ അത് കേസറിനെ കേസരി എന്ന് പറയണം. അല്ല, കേസരി എന്ന് പറഞ്ഞിട്ട് മാവില്ല. കേസരി മാത്രമേ ഉള്ളൂ, കേസരി ഇല്ല. അത് പിന്നെ കേസരി ആക്കിയിട്ട് പിന്നെ കേസരി മാവാന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നെങ്കിലും അങ്ങനെ ഒരു മാവ് ശരിയായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്തതായിട്ട് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസറിന് നമ്മൾ ആന്ധ്രയിലൊക്കെ ചെന്നാൽ കേസറിന് കേസരി എന്നാ പറയാ. അങ്ങനെയാണ് ആ കേസരി ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ പല മാവുകളും ഒരു പേരിലല്ല അറിയപ്പെടുന്നത്. പല മാവുകൾക്കും പല പേരുകളും പല ഇതുമാണ്.